പട്ടാമ്പിയെ ഞെട്ടിച്ച ദാരുണമായ ഒരു മരണമാണ് ഇന്നലെ ഇവിടെ പട്ടാമ്പിയിൽ സംഭവിച്ചത്. കിഴായിൽ ഒരു വീട്ടമ്മ 2 ലക്ഷം അവരുടെ കുടുംബവും ചേർന്ന് ലോൺ എടുത്ത്, വളരെ അവരുടെ വീട് നമുക്ക് പുറകിൽ കണ്ടാൽ തന്നെ അറിയാം, വളരെ ദാരിദ്ര്യപൂർവ്വമായിട്ടുള്ള ചെത്തിത്തേപ്പൂടി കഴിയാത്തൊരു വീടാണ്. അവർ ലോൺ അടയ്ക്കാൻ പ്രയാസപ്പെട്ട്, പക്ഷേ നമ്മുടെ കേരളത്തിൽ നിയമമുണ്ട്, ഇപ്പോൾ സർപ്രാസിയൊക്കെ നിലനിൽക്കുന്ന സമയത്ത് തന്നെ ലോണ് എടുത്ത് പെൻഡിങ് വന്നാൽ ജപ്തി ചെയ്യാൻ അവകാശമില്ല. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് ബാങ്ക്, സാധാരണക്കാരെ സഹായിക്കേണ്ട CPM നിയന്ത്രണത്തിലുള്ള ബാങ്ക്, അതേപോലെ തന്നെ കേരളം ഭരിക്കുന്ന പോലീസും കേരളം ഭരിക്കുന്ന റവന്യൂ, കോടതിയുടെ ഓർഡർ ബാങ്ക് പോയി മേടിച്ചു കൊണ്ടുവരികയാണ്. ഒരേ സമയം ബാങ്കിൽ നിക്ഷേപിച്ച നിക്ഷേപകരെ കരിവന്നൂർ ഉൾപ്പെടെ കേരളത്തിലെ പല ബാങ്കുകളും, ഇവർ ഭരിക്കുന്ന ബാങ്കുകളിൽ നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാതെ സൂക്കേടുകളും, അവർ ഹാർട്ട് ഓപ്പറേഷനും ഡയാലിസിസും രോഗികൾക്കടക്കം പണം തിരിച്ചു കൊടുക്കാതെ ആളുകളെ ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് ഈ തിരിച്ചടവിൻ്റെ പേരിൽ ജപ്തി കോടതി ഓർഡർ വാങ്ങിക്കൊണ്ട് വന്ന് കോട്ട് സൂട്ടുമായി വന്ന് ചവിട്ടി കയറി ബഹളമുണ്ടാക്കിയ വീടുകളിൽ കയറി വന്ന് ആക്രോശിച്ച് ജപ്തി നടത്തുന്നത്. സമാധാനപൂർവ്വം ചെയ്യേണ്ട കാര്യം വീട്ടമ്മയ്ക്ക്, അവർക്ക് ജയ എന്ന വീട്ടമ്മയ്ക്ക് മാനഹാനി ഉണ്ടാകുന്ന രീതിയിൽ ചെയ്തപ്പോഴാണ് അവർ സ്വയം ആത്മഹത്യക്ക് പ്രേരിതമായത്. ആ പ്രേരണാ കുറ്റത്തിന് ബാങ്കിനെതിരെ കേസെടുക്കണം. ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോയാണ്. ഇന്നലെ ഞങ്ങൾ ബാങ്കിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുന്നു. വരും ദിവസങ്ങളിലും യൂത്ത് കോൺഗ്രസും സമരങ്ങളുമായി മുന്നോട്ട് പോകും. ആരാച്ചാരുടെ പണിയാണ് ഈ ബാങ്കുകൾ എടുത്തത് എന്നാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്.